ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ജൂൺ 21 വരാനിരിക്കുന്ന 10th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി സ്പെഷ്യലായിട്ട് ലബോറട്ടറി അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടി തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ജോഗ്രഫി പാർട്ടിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 എക്സാംസിൽ, അതായത് പി എസ് സി അടുത്തിടെ നടത്തിയ 2 എക്സാംസിലും ജോഗ്രഫി പാർട്ടിൽ നിന്ന് നിരവധി ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന എക്സാംസിൽ നമുക്ക് അങ്ങനെയുള്ള ജോഗ്രഫി പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാവരും വീഡിയോ പ്രയോജനപ്പെടുത്തുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തവ ഏതെല്ലാമാണ്? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ നോക്കുമ്പോഴും നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്താണോ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗം അല്ലാത്തവയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, അതായത് 1 and 4. ഇനി നമുക്ക് ആ 1 and 4 എന്താണെന്ന് നോക്കാം. 1 എന്ന് പറയുന്നത് കച്ച് കത്തിയവാർ തീരം, അത് കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗം അല്ല. കച്ച് കത്തിയവാർ തീരം എന്ന് പറയുന്നത് കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ല. അടുത്തതോ 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കൊങ്കൺ തീരമാണ്, കൊങ്കൺ തീരം. അപ്പോൾ കൊങ്കൺ തീരവും കച്ച് കത്തിയവാർ തീരം ഇത് രണ്ടും കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ ബാക്കിയുള്ള 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഉത്കൽ തീരം, കോറമാൻഡൽ തീരം ഇത് രണ്ടും എന്താണ്? കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗം ആണ്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് നമ്മൾ നോക്കി, കച്ച് കത്തിയവാർ തീരമായിരുന്നു. പിന്നീട് ഏതാണ്? കച്ച് കത്തിയവാർ തീരവും കൊങ്കൺ തീരവും കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ല. അങ്ങനെയാണെങ്കിൽ ഭാഗമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഉത്കൽ തീരവും കോറമാൻഡൽ തീരവുമാണ്. ഉത്കൽ തീരവും കോറമാൻഡൽ തീരവുമാണ് എന്താണ് ഭാഗമായിട്ട് ഉള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടും പഠിക്കുക, ഭാഗമായത് ഭാഗമല്ലാത്തതും പഠിക്കുക. അടുത്തത്, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തെ സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് എവിടെയാണ്? സഹ്യാദ്രി എന്ന പേരിൽ പശ്ചിമഘട്ടം എവിടെയാണ് അങ്ങനെ അറിയപ്പെടുന്നത്? ഉത്തരം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലാണ് പശ്ചിമഘട്ടത്തെ സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത 3ാമത്തെ ചോദ്യമാണ്, മേഘാലയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? തെറ്റായതാണ് ചോദിക്കുന്നത്. തെറ്റായത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻ സി ആണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും വലിയ അളവിൽ മഴ ലഭിക്കുന്നതിനാൽ മേഘാലയ പീഠഭൂമിയിൽ അപരദന ഭൂപ്രകൃതി കാണപ്പെടുന്നില്ല. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും വലിയ അളവിൽ മഴ ലഭിക്കുന്നതിനാൽ മേഘാലയ പീഠഭൂമിയിൽ അപരദന ഭൂപ്രകൃതി കാണപ്പെടുന്നില്ല. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. മേഘാലയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ കൊടുത്തത്. അടുത്ത ചോദ്യം ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം, ലക്ഷദ്വീപിലെ എത്ര ദ്വീപുകളിലാണ് ജനവാസം ഉള്ളത്? ജനവാസമുള്ളത് 11 ദ്വീപുകളിലാണ്. 11 ദ്വീപുകൾ. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓപ്ഷൻ ബി, അതായത് 2, 3 ശരിയായ പ്രസ്താവന. അപരദന നിക്ഷേപ ഭൂരൂപങ്ങളായ മണൽ വരമ്പ്, വക്രവലയം, ഓക്സ്ബോ തടാകം, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ തുടങ്ങിയവ വടക്കൻ സമതലങ്ങളുടെ സവിശേഷതയാണ്. അപരദന നിക്ഷേപ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പ്, വക്രവലയം, ഓക്സ്ബോ തടാകം, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ തുടങ്ങിയവ. ഇത് വടക്കൻ സമതലങ്ങളുടെ സവിശേഷതയാണ്. അങ്ങനെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ബ്രഹ്മപുത്ര സമതലം നദീജന്യ ദ്വീപുകൾക്കും മണൽ വരമ്പുകൾക്കും പ്രസിദ്ധമാണ്. ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് നദീജന്യ ദ്വീപുകൾക്കും മണൽ വരമ്പുകൾക്കും പ്രസിദ്ധമാണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതിനകത്ത് കറക്റ്റായിട്ടുള്ളത്. അപരദന നിക്ഷേപ ഭൂരൂപങ്ങളായ മണൽ വരമ്പ്, വക്രവലയം, ഓക്സ്ബോ തടാകം, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ തുടങ്ങിയവ വടക്കൻ സമതലങ്ങളുടെ സവിശേഷതയാണ്. ബ്രഹ്മപുത്ര സമതലം നദീജന്യ ദ്വീപുകൾക്കും മണൽ വരമ്പുകൾക്കും പ്രസിദ്ധമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്തതും ഒരു 1 വേർഡ് ചോദ്യമാണ്. മൗണ്ട് ഡയാവോളോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൗണ്ട് ഡയാവോളോ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ് മൗണ്ട് ഡയാവോളോ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്തത് വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നോക്കാൻ എന്താണെന്ന്. പശ്ചിമ തീരസമതലങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? പശ്ചിമ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ 2 എന്താണെന്ന് നോക്കാം. വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്നു പശ്ചിമ തീരസമതലം വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ്. ശരിയാണ്. 4ാമത്തേത്, പശ്ചിമ തീര സമതലങ്ങളിലൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ പശ്ചിമ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 പ്രസ്താവനകളാണ്. വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്നു. പശ്ചിമ തീരസമതലങ്ങളിലൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം 1 വേർഡാണ്. താഴെ പറയുന്ന ഏത് ഭൂവിഭാഗത്തിലാണ് കൂൺ ശിലകൾ കാണപ്പെടുന്നത്? ഇന്ത്യൻ മരുഭൂമിയിലാണ്. ഏത് ഭൂവിഭാഗത്തിലാണ് കൂൺ ശിലകൾ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മരുഭൂമി വിഭാഗത്തിലാണ് കൂൺ ശിലകൾ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം,
ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവയെല്ലാം, അതായത് ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ ഓപ്ഷൻസുകളും ശരിയാണ്. നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തേക്കാൾ താരതമ്യേന ഉയരം കൂടുതലുള്ളവയും തുടർച്ച ഉള്ളവയുമാണ്. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തേക്കാൾ താരതമ്യേന ഉയരം കൂടുതലാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിനാണ് പൂർവ്വഘട്ടത്തേക്കാൾ ഉയരം കൂടുതൽ. പശ്ചിമഘട്ടത്തിൻ്റെ വടക്ക് നിന്നും തെക്കോട്ട് ഉയരം വർദ്ധിച്ചു വരുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ വടക്ക് നിന്നും തെക്കോട്ട് പോകുന്തോറും ഉയരം വർദ്ധിച്ചു വരുന്നു. ശരിയാണ്. ആനമല കുന്നുകളിലെ ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി. ആനമല കുന്നുകളിലെ ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി. മിക്ക ഉപദ്വീപീയ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. മിക്ക ഉപദ്വീപീയ നദികളും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ കൃത്യമായിട്ടും എന്താണോ ചോദിച്ചിരിക്കുന്നത്, ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം, അത് മനസ്സിലാക്കി ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിങ്ങനെയുള്ള ഈ 2 വേർഡുകളുണ്ടല്ലോ, ഇതായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും തന്ന് നമ്മളെ കുഴപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ചുവടെ പറയുന്നവയിൽ ഏതിനെയാണ് ഖാദർ, ഭംഗർ എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നത്? ചുവടെ പറയുന്നവയിൽ ഖാദർ എന്നും ഭംഗർ എന്നും അറിയപ്പെടുന്നത് എന്തിനെയാണ്? എക്കൽ സമതലങ്ങളെയാണ് ഖാദർ, ഭംഗർ എന്ന് അറിയപ്പെടുന്നത്. ഖാദർ എന്നും ഭംഗർ എന്നും അറിയപ്പെടുന്നത് എക്കൽ സമതലങ്ങളാണ്. എക്കൽ സമതലം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചുവടെ തന്നിട്ടുള്ളവയിൽ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ 2ഉം 4, അതായത് ഓപ്ഷൻ ബി 2ഉം 4ഉമാണ്. 2 പാരദ്വീപ്, 4 എന്ന് പറയുന്നത് ഏതാണ്? തൂത്തുക്കുടി. 2ഉം 4ഉം. അപ്പോൾ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തവയാണ് തൂത്തുക്കുടിയും പിന്നെ ഏതാണ്? പാരദ്വീപും. തൂത്തുക്കുടി, പാരദ്വീപ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആൻഡമാനെ നിക്കോബാറിൽ നിന്നും വേർതിരിക്കുന്ന കടൽ ഭാഗം ഏതാണ്? ആൻഡമാനെ നിക്കോബാറിൽ നിന്നും വേർതിരിക്കുന്ന കടൽ ഭാഗം എന്ന് പറയുന്നത് 10 ഡിഗ്രി ചാനലാണ്. 10 ഡിഗ്രി ചാനൽ. ആൻഡമാനിനെ നിക്കോബാറിൽ നിന്നും വേർതിരിക്കുന്നു 10 ഡിഗ്രി ചാനൽ. അടുത്തത് വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ശരിയായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 1 2 3 4 1 2 3 4 പ്രസ്താവനകൾ ശരിയാണ്. നോക്കാം. പടിഞ്ഞാറ് ആരവല്ലി പർവ്വതവും ചെങ്കുത്തായ ചെരുവുകളോട് കൂടിയ പീഠഭൂമികളാൽ രൂപം കൊണ്ടിട്ടുള്ള സത്പുര പർവ്വതനിരയുമാണ് മധ്യ ഉന്നത തടത്തിൻ്റെ തെക്കേ അതിർത്തി. പടിഞ്ഞാറ് ആരവല്ലി പർവ്വതവും പിന്നീട് എന്താണ് പറയുന്നത്? ചെങ്കുത്തായ ചെരുവുകളോട് കൂടിയ പീഠഭൂമികളും രൂപം കൊണ്ടിട്ടുള്ള സത്പുര പർവ്വതനിര മധ്യ ഉന്നത തടത്തിൻ്റെ തെക്കേ അതിർത്തിയാണ്. മധ്യ ഉന്നത തടത്തിൻ്റെ തെക്കേ അതിർത്തിയാണ് ഏതാണ്? സത്പുര പർവ്വതനിര. നീളമേറിയ മണൽ കൂനകളും ബർക്കനുകൾ എന്നറിയപ്പെടുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽ കൂനകളും നിറഞ്ഞ പ്രദേശമാണ് മധ്യ ഉന്നത തടം. അപ്പോൾ മധ്യ ഉന്നത തടം എന്ന് പറയുന്നത് എന്താണ്? നീളമേറിയ മണൽ കൂനകൾ. ബർക്കനുകൾ എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽ കൂനകളെയാണ് ബർക്കനുകൾ എന്ന് പറയുന്നത്. ഇവ 2 നിറഞ്ഞ പ്രദേശമാണ് മധ്യ ഉന്നത തടം. മധ്യ ഉന്നത തടങ്ങളുടെ ശരാശരി ഉയരം 700 മീറ്ററിനും 1000 മീറ്ററിനും ഇടയിലും ചരിവ് പൊതുവെ വടക്ക് പടിഞ്ഞാറ് ദിശയിലുമാണ്. മധ്യ ഉന്നത തടങ്ങളുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 700 മീറ്ററിനും അപ്പോൾ 700 മുതൽ 1000 മീറ്ററിനിടയിലാണ് മധ്യ ഉന്നത തടത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. പിന്നീട് ചരിവ് എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. അടുത്ത ഓപ്ഷൻ മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കൻ തുടർച്ചയാണ് രാജ്മഹൽ കുന്നുകൾ. അപ്പോൾ മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കൻ ഭാഗമാണ് ഏതാ? രാജ്മഹൽ കുന്നുകൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ചുവടെ തന്നിട്ടുള്ള മധ്യ ഉന്നത തടത്തിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ പഠിച്ചത്. മധ്യ ഉന്നത തടം. അടുത്ത ചോദ്യം. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഗിർ മലനിര. ഗിർ മലനിര എവിടെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. വടക്കൻ സമതലങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ശരിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1 2 3 ശരിയാണ്. 1 എന്ന് പറയുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് വടക്കൻ സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് നദികൾ. ഓർക്കുക. വടക്കൻ സമതലങ്ങൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു. അതും ശരിയാണ്. വടക്കൻ സമതലങ്ങളിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു. ശരി. മൂന്നാമത്തേത്. വടക്ക് നിന്നും തെക്കോട്ട് ഇവയെ ഭാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെ തരം തിരിക്കുന്നു. അപ്പോൾ വടക്കൻ സമതലങ്ങളുടെ തരം തിരിവാണ് ഭാബർ എന്നും ടെറായ് എന്നാണ് എക്കൽ സമതലങ്ങളെ വേർതിരിക്കുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും വടക്ക് സത്പുര മൈക്കല നിരകളും
മഹാദിയോ കുന്നുകളും അതിരുന്ന ഇന്ത്യയുടെ ഭൂവിഭാഗം ഏതാണ്? നല്ലൊരു വെറൈറ്റി ചോദ്യമാണ്. പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്ക് പൂർവ്വഘട്ടം, വടക്ക് സത്പുര മൈക്കല നിരകളും മഹാദിയോ കുന്നുകളും അതിരുന്ന ഇന്ത്യയുടെ ഭൂവിഭാഗമാണ്. ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. നന്നായിട്ട് പഠിക്കുക. ഇത് ഡെക്കാൻ പീഠഭൂമിയുടെ അതിരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച്, അതിരുകൾ തന്നിട്ട് ആ ഭൂവിഭാഗം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്ക് പൂർവ്വഘട്ടം, വടക്ക് സത്പുര മൈക്കല നിരകളും മഹാദിയോ കുന്നുകളും അതിരിടുന്ന ഇന്ത്യയുടെ ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് 1, 3, 4 ആണ്. 1, 3, 4. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായിയായതുമായ ഭൂവിഭാഗം, പഴക്കമേറിയതും സ്ഥായിയായ ഭൂവിഭാഗമാണ് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ടോറുകൾ, ഖണ്ഡപർവ്വതങ്ങൾ, ഭ്രംശ താഴ്വരകൾ, ചെങ്കുത്തായ പ്രദേശങ്ങൾ, നിരയായ മൊട്ടക്കുന്നുകൾ എന്നിവ കാണപ്പെടുന്നു. ടോറുകൾ, ഖണ്ഡപർവ്വതങ്ങൾ, ഭ്രംശ താഴ്വരകൾ, ചെങ്കുത്തായ പ്രദേശങ്ങൾ, നിരയായ മൊട്ടക്കുന്നുകൾ എന്നിവ കാണപ്പെടുന്നു. അടുത്തത് 4, ക്രമരഹിതമായ ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചും താണ്ടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് കണ്ടോ? ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ഡെക്കാൻ പീഠഭൂമിയാണ്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ക്രമരഹിതമായ ത്രികോണ ആകൃതിയാണ് എന്തിനുള്ളത്? ഉപദ്വീപീയ പീഠഭൂമി. ശരിയായിട്ടുള്ള പ്രസ്താവനയായിരുന്നു അത്. മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസം താഴെ പറയുന്നവയിൽ ഏതാണ്? മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ കാണപ്പെടുന്നതാണ് ഏതാ? ചാകര എന്ന പ്രതിഭാസം. ചാകര എന്ന പ്രതിഭാസമാണ് മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ ആണെന്ന് ഓർക്കുക. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണെന്ന് പ്രത്യേകിച്ച് ഓർത്ത് വെച്ചേക്കുക. ആ പ്രതിഭാസം ഏതാണ്? ചാകര എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. 10th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദം ഏതാണ്? ആൽപ്സ് പർവ്വതനിര എന്നുള്ള ഒറ്റ വാക്ക് അത് കാണുമ്പോൾ തന്നെ ഓർക്കുക. കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോൻ. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരാണ് ഫൊൻ എന്നുള്ളത്. ഫൊൻ. അപ്പോൾ ഈ ഫൊന്നിനെക്കുറിച്ചും മറ്റ് പ്രാദേശിക വാദങ്ങളെക്കുറിച്ചും ഒക്കെ SCERT ടെക്സ്റ്റ് ബുക്കിലുകളുണ്ട്. നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ആ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതായത് പ്രാദേശിക വാദങ്ങളെക്കുറിച്ചുള്ള ചിനൂക്ക്, ഹാർമറ്റ് ആൻഡ് ലൂ ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ അതും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ഏത് ലെവൽ എക്സാമിനായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവൽ എക്സാമിന് ചോദ്യം നിങ്ങൾ കണ്ടല്ലോ. ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ചോദ്യങ്ങളിൽ കൂടുതലായിട്ടും ചോദിച്ചത് ജോഗ്രഫി പാർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജോഗ്രഫി തന്നെ എടുത്തിട്ട് വന്നത്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ജൂൺ 21 10th ലെവൽ മെയിൻ എക്സാമാണ്. ആ എക്സാമിൽ തന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാം എഴുതുന്നവർ നിർബന്ധമായും ഈ ഒരു ക്ലാസ് കണ്ടിട്ട് പോവുക. ജോഗ്രഫി എന്നുള്ള പാർട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.